കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ചാപ്റ്ററിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റിനൊരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് 3 ലോസാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ബോയിൽസ് ലോ പഠിക്കാനുണ്ട്, ചാൾസ് ലോ പഠിക്കാനുണ്ട്, അവഗാഡ്രോ ലോ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ അവരെക്കുറിച്ച് ആ ലോസും അവരുടെ ഇക്വേഷനും അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ചാൾസ് ലോ എന്താണ്? ചാൾസ് ലോയിൽ പറയുന്ന വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചറാണ്. ഇനി ബോയിൽസ് ലോനെ നമ്മൾ പാവം ബോയിൽ എന്ന് ഓർത്ത് വെച്ചാൽ അതില്ലേ, വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് 1/p. അപ്പോൾ വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇനി അവഗാഡ്രോയിൽ എങ്ങനെയാണ്? വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് മോളാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് വോളിയം ആൻഡ് നമ്പർ ഓഫ് മോളിൻ്റെ റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അവഗാഡ്രോ ലോ ആണെന്ന് ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയല്ലേ. അപ്പോൾ ചാൾസ് ലോ, ബോയിൽസ് ലോ, അവഗാഡ്രോ ലോ 3 ലോയും കൺസെപ്റ്റും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇക്വേഷൻസും മനസ്സിലാക്കി പഠിക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ, ഇവിടെ തന്നെ വരുന്നുണ്ട്. 3 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 3 + 273. അപ്പോൾ നമുക്ക് 276 കിട്ടിയില്ലേ. ഇനി 10 ഡിഗ്രിനെയാണെങ്കിലോ, 10 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10 + 273. അപ്പോൾ 273 വെച്ചിട്ട് നമ്മൾ എപ്പോഴും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 283 കെൽവിൻ കിട്ടും. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 273 വെച്ച് ആഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കേ. ഇപ്പോൾ 30 ഡിഗ്രീനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് മനസ്സിലായില്ലേ, 273 വെച്ചിട്ട് ആഡ് ചെയ്താൽ മതി. എന്നാൽ 300 ഡിഗ്രീനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണമെങ്കിൽ 300നെ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 300 - 273 ചെയ്താൽ മതി. അപ്പോൾ കെൽവിനിലുള്ള ഒരു നമ്പറിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 27 ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യണ കാര്യം മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി ശ്രദ്ധിക്കാം. ഇവിടെ നോക്കേ, നമ്മളൊരു വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് at 1 atm പ്രഷർ. 1 atm ATM കണ്ടാൽ നമ്മൾ പൈസയുടെ കാര്യം ഓർക്കണം. അതുപോലെ തന്നെ ATM എന്താണ്? ഇവിടുത്തെ ATM പ്രഷറാണ് കേട്ടോ, പ്രഷറിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ പ്രഷർ നമുക്ക് കിട്ടി 1 atm. ഇനി 1200 ലിറ്റർ, 1200 ലിറ്ററിൽ കണ്ടാൽ നമുക്കത് വോളിയാണെന്ന് മനസ്സിലാവില്ലേ. അപ്പോൾ വോളിയം എടുത്തു. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിലേക്ക് ഇനി ഹൗ മച്ച് പ്രഷർ ഈസ് ടു ബി അപ്ലൈഡ്, ഹൗ മച്ച് പ്രഷർ. അപ്പോൾ ഏതോ ഒരു പ്രഷർ കണ്ടുപിടിക്കണം. നമുക്കൊരു പ്രഷർ അറിയില്ല. അപ്പോൾ ആദ്യത്തെ പ്രഷർ നമുക്ക് 1 atm കിട്ടിയിട്ടുണ്ട്, രണ്ടാമത്തെ പ്രഷർ അറിയില്ല, P2 നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്കത് ക്വസ്റ്റ്യൻ മാർക്കാക്കി ഇടാം. ഇനി എന്താ? അപ്ലൈഡ് ടു ചേഞ്ച് ഇറ്റ്സ് വോളിയം 30 ലിറ്റർ. അപ്പോൾ 30 ലിറ്ററിലുള്ള വോളിയമിലുള്ള ഒരു ഗ്യാസാണ്. അപ്പോൾ അതിൻ്റെ ഇനി എത്ര? 30 ലിറ്ററിലേക്ക് ചേഞ്ച് ആവാൻ വേണ്ട പ്രഷർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഷർ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ വന്നു? P വന്നിട്ടുണ്ട്, V വന്നിട്ടുണ്ട്. Pയും Vയും വരുന്ന റിലേഷൻ ഏതാ? നമ്മുടെ ബോയിൽസിലും ആണെന്ന് നമുക്ക് മനസ്സിലായി. പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ. ഇവിടെ 2 പ്രഷറും 2 വോളിയത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് P1 V1 = P2 V2 എന്ന ഇക്വേഷൻ നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരാ? കണ്ടുപിടിക്കേണ്ടത് നമുക്ക് P2 ആണല്ലേ അറിയില്ലാത്തത്. ഹൗ മച്ച് പ്രഷർ ഈസ് ടു ബി അപ്ലൈഡ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ P2 അറിയില്ല. അപ്പോൾ ഇവിടുത്തെ ഈ P2 അവിടെ വയ്ക്കുന്നു. ബാക്കി നമ്മുടെ V2നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായി? P2 = P1 V1 / V2 എന്നായില്ലേ. ഇനി നമ്മളെല്ലാം അപ്ലൈ ചെയ്യുന്നു. 1 atm പ്രഷർ 1200 ലിറ്റർ / 30 V2 രണ്ടാമത്തെ വോളിയം 30. അപ്പോൾ നമുക്ക് 40 atm കിട്ടി. അപ്പോൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ P1 V1 = P2 V2 എന്നുള്ള ഇക്വേഷൻ ആയിരുന്നു. P2 V2 അതിൽ P2 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ആളെ നമ്മളവിടെ നിർത്തിയിട്ട് അതിൻ്റെ കൂടെയുള്ളത് ആരായിരുന്നു? V2. ആ V2നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ ഇവിടെ എന്താണ്? ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനിലുള്ള ഒരു നമ്പർ ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡിവിഷൻ ആവുമല്ലോ. അതുകൊണ്ടാണ് P1 V1 / V2 എന്ന് വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാം. P1 V1 അത് പ്രഷറും വോളിയാണെങ്കിൽ അത് ബോയിൽസിൽ വെച്ച് ചെയ്യണം. അതേസമയം പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ആയിരുന്നു വന്നതെങ്കിൽ അത് നമ്മുടെ ചാൾസിൽ വെച്ച് ചെയ്യണം. അങ്ങനെ നമ്മൾ ഇക്വേഷൻ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ.
ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 400 ലിറ്റർ ഓഫ് ഗ്യാസ് എന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ 400 ലിറ്റർ, അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും കേട്ടണം 400 ലിറ്ററിലാണെങ്കിൽ അത് വോളിയാണെന്ന് മനസ്സിലായി. ഇനി 27 ഡിഗ്രി സെൽഷ്യസ് എന്നാണല്ലേ. 27 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 27നെ 27 പ്ലസ് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 273 വെച്ച് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 300 കെൽവിൻ കിട്ടി. 300 കെൽവിൻ എന്ന് പറഞ്ഞാൽ എന്താ? 300 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ടെമ്പറേച്ചർ ആണ് കിട്ടി. ഇനി വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ ഇഫ് ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് ഈസ് റിഡ്യൂസ് ടു 200 ലിറ്റർ. ഇവിടെ 200 ലിറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. ലിറ്റർ ആയതുകൊണ്ട് നമുക്കതെന്താ, അതും വോളിയായിട്ട് എടുക്കാം. വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ, അപ്പോൾ ഒരു ടെമ്പറേച്ചർ നമുക്കറിയില്ല. അപ്പോൾ അറിയില്ലാത്ത ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് എന്നിട്ട് കൊടുത്തു. അല്ല നമുക്ക് എന്ത്, ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആദ്യത്തെ വോളിയത്തിന് V1 എന്ന് കൊടുത്തു, രണ്ടാമത്തെ വോളിയം V2. പിന്നെ നമുക്ക് ആദ്യത്തെ ടെമ്പറേച്ചറിന് T1, രണ്ടാമത്തെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ടെമ്പറേച്ചറിന് T2 എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താ, V1 ഉണ്ട്, T1 ഉണ്ട്, V2 ഉണ്ട്, T2 കണ്ടുപിടിക്കണം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ വരുന്ന ഇക്വേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം അല്ലേ. V1 divided by T1 is equal to V2 divided by T2. ഇനി ഇതിൽ T2 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ T2നെ നമ്മളിവിടെ നിർത്തുന്നു. T2 is equal to എന്ത് വരും, T2യുടെ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന V1 അല്ലേ. അപ്പോൾ V1നെ നമുക്ക് താഴെ എഴുതി കൊടുക്കണം, അല്ലാത്തവരെ മുകളിൽ എഴുതി കൊടുക്കാം. അപ്പോൾ T1 into V2, T1 into V2. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതി കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തല്ലേ. T2 കണ്ടുപിടിക്കണം. അപ്പോൾ T2യുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതിനെ ഞാൻ താഴെ എഴുതും, ഡിവിഷൻ ചെയ്ത് എഴുതിയത്. ബാക്കി രണ്ടുപേരെ മുകളിലും എഴുതി കൊടുത്തു. വാല്യൂസൊക്കെ അപ്ലൈ ചെയ്ത് എഴുതി കൊടുക്കുകയാണ്. ഇവിടെ V1 നമുക്കറിയാം, V1 എന്ന് പറഞ്ഞാൽ 400 ആണല്ലേ. V1 400 ഡിവൈഡ് ബൈ T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 27നെ കൺവേർട്ട് ചെയ്തു 300 എന്ന് കിട്ടിയിട്ടുണ്ട്. ഈക്വൽ നമ്മുടെ അടുത്തത് ആരാണ്, നമ്മുടെ V2 നമുക്കറിയാം 200 ലിറ്റർ. T2 അറിയില്ല. അപ്പോൾ അറിയില്ലാത്ത വാല്യൂ ഇവിടെ നേരെ, അറിയില്ലാത്ത വാല്യൂ T2 അല്ല. അപ്പോൾ T2നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തെടുക്കുന്നു. T2യുടെ നേരെ ഓപ്പോസിറ്റ് 400 അല്ലേ. അപ്പോൾ ആ 400 നമ്മളിവിടെ ഇങ്ങനെ എഴുതി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബാക്കി നേരെ ഓപ്പോസിറ്റുള്ള 300 ഇൻറ്റു 200, അപ്പോൾ നമുക്ക് കിട്ടും 6000 എന്ന് കിട്ടും കേട്ടോ. 300 ഇൻറ്റു 200 അതാണ് ചെയ്തത്. അതൊന്നും കൂടി താഴെ എഴുതി തരാം. ഇങ്ങനെ വന്നു 300 ഇൻറ്റു 200 ഡിവൈഡ് ബൈ 400 അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫുൾ 6000 ചെയ്തിട്ട് വെട്ടി കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെട്ടി കൊടുക്കാം. 200 വെച്ച് വെട്ടി കുറച്ചോക്കെ. 200 വെച്ച് വെട്ടി കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 200 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 1 വരും. ഇപ്പോൾ 300 ഡിവൈഡ് ബൈ 2 വരും. അപ്പോൾ 300നെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈസ് 150. ആൻസർ ഈസ് 150 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ എപ്പോഴും അറിയില്ലാത്ത വാല്യൂസ് നമ്മൾ പുറത്തേക്ക് എടുക്കുക, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആളെ നമ്മൾ താഴെ എഴുതി കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ 400 ഇവിടെ വന്നത് കേട്ടോ. 400 വന്നു, ബാക്കി രണ്ടുപേരെ ക്രോസ് ചെയ്ത് എഴുതിയതാണ് 300 ഇൻറ്റു 200. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ ഈസ് 150. അപ്പോൾ വിയും ടിയും വരുന്ന ഒരു ഇക്വേഷനാണ്. 2 വിയും 2 ടിയും വന്നാൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ആൻസർ. ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് Cl2. നമ്പർ ഓഫ് Cl2 എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്ലോറിൻ Cl2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോറിൻ്റെ നമ്പർ കണ്ടുപിടിക്കണം അല്ലേ. നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ക്ലൂ എന്താ തന്നിരിക്കുന്നത്, നമുക്കൊരു 710 ഗ്രാം ക്ലോറിൻ ഗ്യാസ് എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് മാസ്സാണ് തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രാമിലുള്ളത് കണ്ടാൽ അത് മാസ്സായിട്ട് ചിന്തിച്ചോളണം. ഗ്രാം കിലോഗ്രാം ഒക്കെ വരുന്നത് മാസ്സാണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷന് നമുക്കറിയാം നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ. ഈ 2 ഇക്വേഷനാണ് നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചേക്കുന്നത്. നമ്പർ ഓഫ് മോൾ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസും നമ്പർ ഓഫ് മോൾ ഗിവൺ വോളിയം ഡിവൈഡ് ബൈ മോളാർ വോളിയം അറ്റ് STP. അപ്പോൾ മാസ് ആയതുകൊണ്ട് ഇവിടെ ഗ്രാമിലല്ലേ 710 ഗ്രാം എന്ന് തന്നതുകൊണ്ട് ഗിവൺ മാസാണ്. ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അതേസമയം ഗിവൺ നമുക്ക് വോളിയം, അതായത് ലിറ്ററിൽ ഇപ്പോൾ 400 ലിറ്റർ അങ്ങനെ ലിറ്ററൊക്കെ തന്നേക്ക് STPയിലുള്ള ഒരു ഗ്യാസ് ആയിരുന്നെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ STPയിലുള്ള ഒരു ഗ്യാസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ മാസ് ആയതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ എടുക്കുന്നു.
അങ്ങനെ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ്. ഇവിടെ തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 710 ഗ്രാം അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന മാസ് നമുക്ക് കിട്ടി. മോളാർ മാസ്, ക്ലോറിൻ്റെ മോളാർ മാസ് നമുക്ക് കണ്ടുപിടിക്കണം. മോളാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? ക്ലോറിൻ 2 നമുക്ക് തന്നിട്ടുണ്ട്. ക്ലോറിൻ നമുക്കറിയാം, ക്ലോറിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 35.5 ആണ്. ഞാൻ നമുക്കറിയാം കുറച്ച് ഗ്യാസുകളുടെ അറ്റോമിക് മാസ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പഠിച്ചതുകൊണ്ട് ഈസി ആയിട്ട് മനസ്സിലായി. ക്ലോറിൻ്റെ അറ്റോമിക് മാസ് 35.5 ആണ്. അപ്പോൾ അത് ഞാൻ മുകളിൽ എഴുതി കൊടുക്കുന്നു, 35.5. എന്നിട്ട് മോളാർ മാസ് കണ്ടുപിടിക്കാൻ പോവാണ്. എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ആറ്റം 2 ഇൻറ്റു അറ്റോമിക് മാസ് 35 ഇൻറ്റു 5 എന്ന് വരുമ്പോൾ നമുക്ക് ആൻസർ 71 എന്ന് കിട്ടും കേട്ടോ. 71. ഓക്കെ, അപ്പോൾ മോളാർ മാസ് നമുക്ക് 71 കിട്ടി. അങ്ങനെ നമ്മൾ ക്ലോറിൻ്റെ അറ്റോമിക് മാസ് 2 ഇൻറ്റു 35.5 എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് 71 എന്ന് കിട്ടി. അപ്പോൾ 71 ഡിവൈഡ് ബൈ നമ്മൾ 70 വെച്ച് നമ്മളിവിടെ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 10 ആൻസർ കിട്ടിയല്ലേ. അങ്ങനെ 10. അപ്പോൾ 10 നമ്പർ ഓഫ് മോൾ ഇപ്പോൾ കണ്ടുപിടിച്ചു 10 എന്നല്ലേ. നമ്പർ ഓഫ് മോൾ 10 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾസ്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ നമ്പർ നമ്മൾ എങ്ങനെ എഴുതുന്നത്? അപ്പോൾ 10 ഇൻറ്റു അവഗാഡ്രോ നമ്പർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളിക്യൂൾസിൻ്റെ നമ്പർ ആയില്ലേ. അപ്പോൾ 6 ഇൻറ്റു 022 ഇൻറ്റു 10⁻23 ആണ് നമുക്ക് നമ്പർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾസ്. അപ്പോൾ എയുടെ ആൻസർ കിട്ടി. ഇനി ബിയിൽ എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം? ആറ്റത്തിൻ്റെ നമ്പറാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ആറ്റത്തിൻ്റെ നമ്പർ ക്ലോറിനിലുള്ളത് അല്ലേ. അപ്പോൾ Cl2 നമുക്ക് താഴെ എഴുതിയിരിക്കുന്നത് ഈ 2 എന്ന് പറഞ്ഞ ആറ്റത്തിൻ്റെ നമ്പറാണെന്ന് അറിയാമല്ലേ. അപ്പോൾ ബി ക്വസ്റ്റിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് എഴുതി കൊടുക്കുക? 2 ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അപ്പോൾ നമ്പർ ഓഫ് ആറ്റം ഇൻറ്റു ഈ ഒരു നമ്പർ നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു ചെയ്യാം. അപ്പോൾ എങ്ങനെ ഒരു 2 ഇൻറ്റു 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആണ്. അപ്പോൾ ഇവിടുത്തെ ബി ക്വസ്റ്റിൻ്റെ ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾ ഇൻ 156.8 ലിറ്റർ ഓഫ് ഗ്യാസ് അറ്റ് STP. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസിലെ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ ലിറ്റർ ആയതുകൊണ്ട് ഗിവൺ വോളിയം ഡിവൈഡ് ബൈ മോളാർ വോളിയം എടുത്ത് STPയിലുള്ള ഒരു ഗ്യാസാണ്, അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ എടുത്തത്. അപ്പോൾ ലിറ്ററിൽ ഗിവൺ വോളിയം എത്രയാണ്? 156.8 ഡിവൈഡ് ബൈ എപ്പോഴും മോളാർ വോളിയം STPയിലുള്ള ഒരു ഗ്യാസിൻ്റെ മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും 22.4 ആണ്. അത് എപ്പോഴും കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ STPയിലുള്ള ഒരു ഗ്യാസാണ് നമുക്ക് ഓൾറെഡി തന്നതുകൊണ്ട് അവിടുത്തെ മോളാർ വോളിയം മറ്റേ STP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 22.4. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ 7 മോൾസ് എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡും മനസ്സിലാക്കി വെക്കുക. ഗിവൺ മാസ് വരുന്നത് എപ്പോഴാണ്? ഗ്രാമിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. ലിറ്ററിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ എന്ത് വരും? ലിറ്റർ ആണെങ്കിൽ വോളിയം അല്ലേ. അപ്പോൾ ഇക്വേഷൻസ് മനസ്സിലാക്കി ആൻസർ എഴുതാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ഫോളോവിങ് നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഹൗ മെനി മോൾ ഓഫ് CaCO3 ആർ പ്രസൻറ്റ് ഇൻ ഇറ്റ്സ് 1 kg. 1 kg 1 കിലോഗ്രാം. 1 കിലോഗ്രാം എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ കത്തണം. അതൊരു മാസാണല്ലേ. കിലോഗ്രാം ഗ്രാമൊക്കെ. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ഗ്രാമാണ്. 1000 ഗ്രാം. ഓക്കെ, ഇനി ഹൗ മെനി മോൾസ് എത്ര മോൾ ഉണ്ടെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് എന്നൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ഗിവൺ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്? 1 kg. അതിന് 1000 ഗ്രാം എന്ന് എടുക്കാം അല്ലേ. 1000 ഗ്രാം. അതുപോലെ തന്നെ നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഗിവൺ മാസ് N ഈസ് ഈക്വൽ ടു 1000 ഗ്രാം എന്നുള്ള ഗിവൺ മാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഗ്രാം. ഓക്കെ, മോളാർ മാസ് നമുക്ക് അറിയില്ല. അപ്പോൾ മോളാർ മാസ് ആരുടെ കണ്ടുപിടിക്കേണ്ടത്? CaCO3യുടെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ. CAയുടെ ആറ്റോമിക് മാസ് എത്രയാണ്? 40. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. CAയുടെ ആറ്റോമിക് മാസ് 40, Cയുടെ 12, ഓക്സിജൻ്റെ 16. അപ്പോൾ ഇവരെ ഒന്ന് ഇൻറ്റു ചെയ്താൽ മതി. നമുക്ക് 14 ഇൻറ്റു 1 ഇൻറ്റു 14. Cയുടെ അവിടെ നമ്പറൊന്നുമില്ല, അപ്പോൾ അവിടെയും 1 ആണ്. 1 ഇൻറ്റു 12. അപ്പോൾ 14 ഇൻറ്റു 1 ഇൻറ്റു 12 ഇവിടെ പ്ലസ് ആണ് കേട്ടോ, എല്ലാം പ്ലസ് ആണ്.
14 പ്ലസ് 1 ഇൻറ്റു 12 പ്ലസ് ഇനി 3 ഇൻറ്റു 16 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 48 കിട്ടും. അപ്പോൾ ടോട്ടൽ ഈസ് 100 എന്ന് വരുന്നു. 100 കേട്ടോ. അപ്പോൾ ഈ മോളാർ മാസ് എത്രയായി? 100 എന്ന് കിട്ടി. അപ്പോൾ മോളാർ മാസിൻ്റെ അവിടെ നമുക്ക് 100 എന്ന് എഴുതി കൊടുക്കാം. ഇവിടെ 100 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ 100 എന്ന് എഴുതി കൊടുത്തു. അന്ന് വെട്ടിക്കുറച്ചപ്പോൾ എത്ര കിട്ടി? 10 ഗ്രാം എന്ന് കിട്ടിയില്ലേ? അപ്പോൾ 10 ഗ്രാമാണ് ഇവിടുത്തെ നമ്പർ ഓഫ് മോള്. ഇനി മാസ് ഓഫ് ദ നമ്പർ ഓഫ് NH3 എന്നുണ്ട് കേട്ടോ ക്വസ്റ്റ്യനിൽ. NH3 മോളിക്കുലാസ് കണ്ടെയ്ൻഡ് ഇൻ 88 ഗ്രാം ഓഫ് CO2. സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് നമ്മുടെ NH3യിൽ കാണുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡിലും NH3യിലും സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇവരുടെ മാസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. മാസ് കണ്ടുപിടിക്കാൻ നേരത്ത് ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. അപ്പോൾ ഇവിടുത്തെ CO2ൻ്റെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. CO2യുടെ മോളാർ മാസ് കണ്ടുപിടിക്കണം. CO2യുടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് എന്താണ്, എന്നാലും ഒന്നുകൂടി ഞാൻ ചെയ്യാണ്. നമുക്കറിയാം സിയുടെ 12 ആണ്, ഓക്സിജൻ്റെ 16 ആണ്. അപ്പോൾ 1 ഇൻറ്റു 12 പ്ലസ് 2 ഇൻറ്റു 16 32 ഈക്വൽ ടു 44 എന്ന് എഴുതി കൊടുക്കാം. നമുക്കിവിടെ 44 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ മോളാർ മാസ് 44 ആണ്. അപ്പോൾ നമുക്ക് 88 ഡിവൈഡ് ബൈ 44 ആകുമ്പോൾ 2 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് മോൾ 2 എന്ന് കിട്ടി. അപ്പോൾ സെയിം നമ്പർ ഓഫ് മോൾസ് ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. അങ്ങനെയാണ് നമ്മുടെ NH3യുടെ മാസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ NH3യുടെ നമ്പർ ഓഫ് മോളും CO2യുടെ നമ്പർ ഓഫ് മോളും സെയിമാണ്. അപ്പോൾ NH3യുടെ ഗിവൺ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് NH3യുടെ ഗിവൺ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് തന്നെ, നമ്പർ ഓഫ് മോൾ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് എന്നുള്ള ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമ്പർ ഓഫ് മോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇവിടുത്തെ സെയിം നമ്പർ ഓഫ് മോൾ ആയതുകൊണ്ട് 2 എന്ന് എഴുതി കൊടുക്കുന്നു. ഗിവൺ മാസ് അറിയില്ല, അപ്പോൾ G എന്ന് ഞാൻ ഷോർട്ടാക്കി എഴുതി കൊടുക്കുന്നു. മോളാർ മാസ് NH3യുടെ കണ്ടുപിടിക്കാം. NH3യുടെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചാൽ എത്ര വരും? NH3യുടെ നമുക്കറിയാം NH3 അല്ലേ? അപ്പോൾ Nൻ്റെ മുകളിൽ എത്രയാണ്? 14 ആണ്. Hൻ്റെ മുകളിൽ നമുക്ക് എത്ര എഴുതി കൊടുക്കാം? 1 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ 14 പ്ലസ് 3 ഈക്വൽ ടു 17. അപ്പോൾ മോളാർ മാസ് 17 ആണ്. അപ്പോൾ ഗിവൺ മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 17 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഡിവൈഡ് ബൈ 17 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 17 ആവും അല്ലേ? അങ്ങനെ ആവുമല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 17 ചെയ്യുന്നു. അപ്പോൾ 17 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് 34. അപ്പോൾ ഗിവൺ മാസ് 34. അപ്പോൾ NH3യുടെ ഗിവൺ മാസ് 34 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെ മാസ് ഓഫ് 22.4 ലിറ്റർ CO2 kept at STP. STPയിലുള്ള ഒരു ഗ്യാസിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിറ്ററിലാണല്ലോ തന്നിട്ട്. അപ്പോൾ വോളിയം വെച്ചിട്ട് നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാം. STPയിലുള്ളൊരു ഗ്യാസ് അല്ലേ? അപ്പോൾ ഗിവൺ വോളിയം 22.4 ലിറ്ററാണ്. നമ്പർ ഓഫ് മോൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. ഇനി ഡിവൈഡ് ബൈ STPയിലുള്ള ഒരു ഗ്യാസിൻ്റെ മോളാർ വോളിയം എന്താണ്? നമ്മുടെ ഇക്വേഷൻ മനസ്സിൽ വെക്കാം കേട്ടോ. ഗിവൺ വോളിയം ഡിവൈഡ് ബൈ മോളാർ വോളിയം എന്ന ഇക്വേഷൻ നമ്മൾ എടുത്താൽ മതിയല്ലോ ഇവിടെ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ മോളാർ വോളിയം 22.4 എന്ന് വരുന്നു. അപ്പോൾ നമ്പർ ഓഫ് മോൾ ഇപ്പോൾ 1 എന്ന ആൻസർ കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് മോൾ കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് മോൾ ഇൻറ്റു മോളാർ മാസ് ചെയ്താൽ മാസ് കിട്ടുമല്ലോ. നമ്പർ ഓഫ് മോൾ ഇൻറ്റു മോളാർ മാസ് ചെയ്താൽ നമുക്ക് ഗിവൺ മാസ് കിട്ടും. മാസല്ലേ കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ നമ്പർ ഓഫ് മോൾ 1 ആണ്. CO2യുടെ മോളാർ മാസ് എത്രയാണ്? CO2 12 16 ആണ് അറ്റോമിക് മാസ്. അപ്പോൾ 1 ഇൻറ്റു 2 12 2 ഇൻറ്റു 16. അപ്പോൾ 12 പ്ലസ് 32 ഈക്വൽ ടു 44. അപ്പോൾ 1 ഇൻറ്റു 44 നമ്പർ ഓഫ് മോൾ ഇൻറ്റു മോളാർ മാസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിവൺ മാസ് കിട്ടി 44. അപ്പോൾ ആൻസർ അങ്ങനെ നമുക്ക് ഇവിടെ 10 മോൾ എന്ന ആൻസർ കിട്ടി. ഇവിടെ നമുക്ക് 34 എന്ന് ആൻസർ കിട്ടി. ഇവിടെ നമുക്ക് 44 ഗ്രാം എന്ന ആൻസർ കിട്ടി. ഓക്കെ.